ലാംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുംഭമേള പോകണം എന്നൊരു സഡൻ പ്ലാനായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അയാൾക്കൊരു ഡേറ്റ് ക്ലാഷായി, അയാൾക്ക് വേറൊരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് ഞാൻ എൻ്റെ ബോസിനോട് ചോദിച്ചപ്പം ബോസ് റെഡിയായി. ബോസ് ദൂരദർശനിലെ ജേർണലിസ്റ്റായി വർക്ക് ചെയ്യുന്നു. അപ്പം ബോസിൻ്റെ വൈഫിനോട് ചോദിച്ചപ്പോൾ ബോസിൻ്റെ വൈഫും റെഡിയായി. ബോസിൻ്റെ വൈഫ് ISROയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ 3 പേരുമായിരുന്നു പോയത്. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്ത് 31-ാം തീയതി രാവിലെ തിരിച്ചു. പക്ഷേ ചെറിയൊരു പ്ലാൻ ചേഞ്ചസ് ഉണ്ടായിരുന്നു. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു അയോധ്യ രാമ മന്ദിർ കൂടി ഒന്ന് ദർശനം ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുത്തത് അയോധ്യ എയർപോർട്ടിലേക്കാണ്. ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ല, അത് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. ഹൈദരാബാദിൽ ഹാൾട്ടിംഗ് ഉണ്ടായിരുന്നു 5 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് വേറെ ഫ്ലൈറ്റ്, കണക്റ്റഡ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വിഷ്വലാണ് തിരുവനന്തപുരത്തുനിന്ന് ടേക്ക് ഓഫ് ചെയ്തത്. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഹൈദരാബാദിലെത്തി. ഹൈദരാബാദിൽ 5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയായിരുന്നു. ആ സെയിം ഡേറ്റിൽ തന്നെ നമ്മുടെ മോളുടെയും സ്കൂളിലെ പിക്നിക് ഡേ ആയിരുന്നു. അപ്പോൾ അവർ മാജിക് പ്ലാനറ്റ്, ശാന്തിഗിരി, വേളി ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു. അപ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് ഫോട്ടോ വീഡിയോസ് എടുക്കണമെന്നൊരു താല്പര്യം വന്ന് ഒരു അതിശയമായ ഒരു ദൃശ്യം കണ്ടായിരുന്നു. അമേസിങ് ദൃശ്യം. അതാണ് സൺറൈസ് ഓവർ ദ ക്ലൗഡ്. ആദ്യമായിട്ടാണ് കണ്ടത്. കടലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സൺറൈസ്, പക്ഷേ ക്ലൗഡിൻ്റെ മുകളിലൂടെ സൺറൈസ് ഒരു റെയർ ഇമേജ് ആയിരുന്നു, റെയർ വിഷ്വലായിരുന്നു. അപ്പം ഞാനത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചു. പക്ഷേ ചെറിയൊരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു തോന്നുന്നു വിൻഡോസിൻ്റെ അപ്പുറത്തെ സൈഡിൽ. അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അതിൻ്റെ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. നമ്മൾ കടലിൻ്റെ പുറത്തൂടെയൊക്കെ കണ്ടിട്ടുണ്ട് ഈ സൺറൈസ്, പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ മേഘത്തിൻ്റെ പുറത്തൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദൃശ്യം കണ്ടത്. നല്ല അമേസിങ് ആയിരുന്നു. അത് ഞാൻ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഞാൻ വീഡിയോ എടുത്തു. രണ്ട് മണിക്കൂറത്തെ യാത്രയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഹൈദരാബാദ് വരെ. ഇപ്പം ഹൈദരാബാദ് അടുക്കാറായി. ഹൈദരാബാദ് ലാൻഡിങ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. പറഞ്ഞ പോലെ ഹൈദരാബാദിൽ 5 hours നമുക്ക് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടേ വരത്തുള്ളൂ. ഹൈദരാബാദിൽ ടെമ്പറേച്ചർ ഒരു 24 ഡിഗ്രി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടായിരുന്നു ഹൈദരാബാദ്. അപ്പം ഈ എയർപോർട്ടിൽ ബോസും വൈഫും ഫോട്ടോ എടുക്കുന്ന ഒരു ദൃശ്യം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്ത് പോയി ഹൈദരാബാദ് ടൗണിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബഫറ്റ് സിസ്റ്റം ആയിരുന്നു. 150 rupees ആയിരുന്നു പാക്കേജ്. അതിന് നമുക്ക് 6 items ഉണ്ടായിരുന്നു. നല്ല സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ 1 മണിക്ക് റിട്ടേൺ വന്നു ഫ്ലൈറ്റ് പിടിച്ചു. ആ ഫ്ലൈറ്റിൻ്റെ ദൃശ്യമാണ് ഇപ്പം കാണുന്നത്. അയോധ്യയിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു ഇത്. അയോധ്യ എയർപോർട്ട് ഒത്തിരി ചെറിയൊരു എയർപോർട്ടാണ്. അപ്പോൾ അവിടെ സിഗ്നൽ കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. കുറേ നേരം ഫ്ലൈറ്റ് എയർപോർട്ടിൻ്റെ മുകളിൽ കിടന്ന് വട്ടം കറങ്ങിയായിരുന്നു. അപ്പോൾ എയർപോർട്ടിൻ്റെ ഒരു ദൃശ്യമായിരുന്നു കാണുന്നത്. ഒത്തിരി ചെറിയൊരു എയർപോർട്ടാണ്. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് നമ്മൾ അയോധ്യ ടെമ്പിളിൽ ഒന്ന് വിസിറ്റ് ചെയ്തു. റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു, 1 kilometer ഡിസ്റ്റൻസിലായിരുന്നു. നമുക്ക് ദൂരദർശനിൽ നിന്ന് അപ്രൂവൽ ലെറ്റർ ഉണ്ടായിരുന്നു വാർത്ത ചെയ്യാനായിട്ടും. പിന്നെ UP ഗവൺമെൻറ് അടുത്തുനിന്നും നമുക്ക് കുംഭമേള കവറേജ് ചെയ്യാനുള്ള മീഡിയ പാസ് കിട്ടിയായിരുന്നു. അവിടുന്ന് ആദ്യമായിട്ടൊരു വാർത്ത ചെയ്തതൊന്ന് ഷെയർ ചെയ്യുവാണ്. കുംഭമേള പ്രയാഗ്രാജിലാണെങ്കിലും അയോധ്യയിലും ദർശന തിരക്കേറുന്നു. അയോധ്യയിൽ നിന്നും ചന്തു S. നായർ ചേരുന്നു.
അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്ന ശേഷം 1 വർഷം പിന്നിട്ടിരിക്കുന്നു. മാത്രമല്ല 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 10 ദിവസം കൂടി കഴിയുമ്പോഴും ഇവിടെ എത്തുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം കുംഭമേള നടക്കുന്നു, അതും കൂടി ചേർത്തുകൊണ്ട് വായിക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടുത്തെ ഈ ജനക്കൂട്ടം. കാരണം കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇവിടെ അനുസ്യൂതമായ ജനപ്രവാഹമാണ് കാണുന്നത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടെ എത്തുന്നു. അത് അയോധ്യയിൽ ശ്രീരാമനെ കണ്ട ശേഷം അല്ലെങ്കിൽ അവിടെ നിന്നും പ്രയാഗിലേക്കുള്ള പ്രയാണത്തിലാണ് ജനങ്ങൾ എന്ന് വേണം കരുതാൻ. മാത്രമല്ല അനുദിനം ഇവിടേക്ക് എത്തുന്ന ജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയിലേക്കാണ് നമ്മളിപ്പോൾ ക്യാമറ ചലിപ്പിക്കുന്നത്. അവിടെ പുണ്യസ്നാനം ചെയ്യാനെത്തുന്നവർ ഇവിടെയും, അതായത് രാംലല്ലയെ കൂടി ദർശിച്ച ശേഷമാണ് അവർ തങ്ങളുടെ നാടുകളിലേക്കും വീടുകളിലേക്കും മടങ്ങുന്നത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവരുടെ എണ്ണത്തിൽ 10 മടങ്ങ് വർധനവാണ് കഴിഞ്ഞ 15 ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രാദേശിക ഭരണകൂടം പറയുന്നു. ജില്ലകളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് പ്രാധാന്യവും നൽകണമെന്നാണ് ഇവിടെ ഉള്ള നിഷ്കർഷ. അതുകൊണ്ട് തന്നെ ധാരാളം പേർ ഇവിടെ എത്തുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുമെന്ന് കാണാം. എല്ലാ റോഡുകളും ഈ ഭാഗത്തേക്ക് ഒഴുകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ രാത്രി 9 മണിയോട് അടുത്തിരിക്കുന്നു. അതായത് ഇവിടെ ദർശനത്തിൻ്റെ സമയം അവസാനിക്കാറായിരിക്കുന്നു. എങ്കിലും ഇവിടെ എത്തുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ ഒഴുക്കിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അയോധ്യയിൽ നിന്നും ബിനുകുമാറിനോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്.